ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിലിന്റെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ബിസിനസ് മറ്റൊന്നുമല്ല, നമ്മുടെ പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യമുണ്ട്. പാക്കേഴ്സ് എന്ന സ്ഥാപനം നമ്മളെ അറിയിച്ചിട്ടുള്ള ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കാതെ എന്താണോ ഒരു വീഡിയോയിൽ പറയുന്ന സ്റ്റെപ്സ്, ആ സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. എന്റെ ഈ ഒരു നമ്പർ ലൈസൻസ് വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ലഭിക്കില്ല. അപ്പോൾ താല്പര്യമുള്ളവർ എന്താണോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ആ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേർക്ക് പാക്കിംഗ് ജോബിന് ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. പാക്കേജ് സൊല്യൂഷൻ എന്ന സ്ഥാപനമാണ് നമുക്ക് ഈ ഒരു അവസരം നൽകുന്നത്. അതായത് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചു അത് പാക്ക് ചെയ്യുന്നവരെ ഏൽപ്പിച്ച് പാക്ക് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി ആ പ്രോഡക്റ്റ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബാണ്. അപ്പോൾ ഇവരുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടൊരു അവസരം ഇവർ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതാണ്, എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. കാരണം മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്കിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് നിങ്ങൾ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നതുമാകാം. അതായത് ഇത്രേ ഉള്ളൂ, പാക്കിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്, പാക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എങ്കിൽ താഴെ ഞാനൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിലോട്ട് ഇത്രയും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ ടൗണ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പാക്കിംഗ് ഫീൽഡിൽ ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഫോട്ടോ, അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്തതോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രോഡക്റ്റ് പാക്ക് ചെയ്തതിന്റെ ഫോട്ടോ കൂടി നിങ്ങൾ വെക്കുക. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്, ഒരു വർഷത്തോട്ടാണ് ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തോട്ട് ഈ ഒരു പാക്കിംഗ് ജോബ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളവരായിരിക്കണം. അടുത്ത നാലാമത്തെ കണ്ടീഷൻ ഇതാണ്, നിങ്ങൾക്ക് പാക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന റേറ്റ് പ്രകാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങുന്നതാണ്. അടുത്തായിട്ട് വരുന്ന ഇതാണ്, നിങ്ങൾ മെയിൽ അയച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ പാക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഫോൺ വിളിച്ച് സംസാരിച്ച ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവർ സംസാരിക്കുകയും മെഷീൻസ് ഒക്കെ ചെക്ക് ചെയ്യുകയും ഇതിനു മുമ്പുള്ള പ്രീവിയസ് വർക്കൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം എഗ്രിമെന്റ് എഴുതിയ ശേഷമായിരിക്കും നിങ്ങൾക്ക് അവർ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നത്. നിങ്ങൾ പാക്ക് ചെയ്ത പ്രോഡക്റ്റ് അവർ വീട്ടിൽ വന്നതിന് റിട്ടേൺ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. പ്രോഡക്റ്റ് അവർ വീട്ടിൽ എത്തിച്ചു തരുമ്പോഴും യാതൊരു എമൗണ്ട് പേ ചെയ്യേണ്ട, രജിസ്ട്രേഷൻ ഫീയും പേ ചെയ്യേണ്ട, യാതൊരു എമൗണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. അത് നമുക്കറിയാം, പല രീതിയിലുള്ള പാക്കിംഗ് വരുന്നുണ്ട്. അതായത് പല രീതിയിലുള്ള സീലിംഗ് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് പ്രോഡക്ട്സ്, അതായത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. അതായത് ബേബി ഫുഡ്, അതുപോലെയുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെ പാക്കിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള പാക്കിംഗ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഏതിലാണോ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അതിന്റെ ഇമേജസ് ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ട് ഫുഡ് ഐറ്റംസ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ദോശ, ഇഡ്ഡലി മാവ്, അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ മിക്കപ്പോഴും രാവിലെ പ്രോഡക്റ്റ് എത്തിച്ചു തന്നിട്ട് വൈകിട്ട് അത് റിട്ടേൺ എടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, ഇഡ്ഡലി ദോശമാവിന്റെ ഒക്കെ യൂണിറ്റ് ആണെങ്കിൽ ഉച്ചയ്ക്കാണ് അവർ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അത് റിട്ടേൺ നൽകേണ്ടി വരും. അതൊക്കെ പ്രോഡക്റ്റ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് പ്രോഡക്റ്റ് ആണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതായത് ഓരോ സ്ഥലം അനുസരിച്ചാണ് ഓരോരോ പ്രോഡക്റ്റുകൾ വരുന്നത്. അതായത് ഇടുക്കി ജില്ലയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സ്പൈസസ് ഒക്കെ ആയിരിക്കും അവർ റീപാക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. അതുപോലെ എറണാകുളം ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ദോശ, ഇഡ്ഡലി മാവ്, അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അതായത് അവർ മെയിൻ ആയിട്ട് ഫുഡ് പ്രോഡക്റ്റ് തന്നെയാണ് റീപാക്ക് ചെയ്തെടുക്കുന്നത്. അവരുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ആ സേഫ് ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് എൻക്വയറി വരും. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാക്ക് ചെയ്യുന്നവരൊക്കെ അവർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് നമ്മുടെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ നല്ല നല്ല ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും